അൽ ഹസീബ്. അള്ളാഹുവിൻ്റെ മനോഹര നാമങ്ങളിൽ ഒന്നാണ് അൽ ഹസീബ്. ഹിസാബ്, കണക്ക് എന്ന പദത്തിൽ നിന്നാണ് ഈ നാമം ഉത്ഭവിച്ചത്. കണക്ക് നോക്കുന്നവൻ, വിചാരണ നടത്തുന്നവൻ, അതുപോലെ തൻ്റെ ദാസന്മാർക്ക് പര്യാപ്തനായവൻ എന്നീ അർത്ഥങ്ങൾ ഈ നാമത്തിനുണ്ട്. മനുഷ്യരുടെ ഓരോ വാക്കും പ്രവൃത്തിയും വികാരവും ഒന്നൊഴിയാതെ രേഖപ്പെടുത്തുകയും അവയുടെ അടിസ്ഥാനത്തിൽ നീതിപൂർവം വിചാരണ നടത്തുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. അതോടൊപ്പം മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവും ധാർമ്മികവുമായ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായ രക്ഷിതാവും അവൻ തന്നെയാണ്. ഈ ലോകത്ത് പലപ്പോഴും നന്മകൾ അംഗീകരിക്കപ്പെടാതെ പോകാം. നമ്മുടെ കണ്ണുനീരും ത്യാഗങ്ങളും പ്രാർത്ഥനകളും മറ്റുള്ളവർ കാണാതെ പോകാം. എന്നാൽ അൽ ഹസീബ് എല്ലാം കാണുകയും അറിയുകയും കണക്കാക്കുകയും ചെയ്യുന്നു. ഒരാളെ സാന്ത്വനിപ്പിച്ച ഒരു വാക്ക്, രഹസ്യമായി നൽകിയ ഒരു സഹായം, അള്ളാഹുവിനു വേണ്ടി ചെയ്ത ഒരു ഇബാദത്ത്, ആത്മാർത്ഥമായി നടത്തിയ ഒരു തൗബ, ഇതൊന്നും അവൻ്റെ കണക്കിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല. അതുപോലെ ഒരു അനീതിയും വഞ്ചനയും കണക്കില്ലാതെ കടന്നുപോകുകയുമില്ല. അതിനാൽ വിശ്വാസി മനുഷ്യരുടെ പ്രശംസയ്ക്കല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്. കാരണം മനുഷ്യരുടെ അംഗീകാരം താൽക്കാലികമാണ്. അൽ ഹസീബിൻ്റെ പ്രതിഫലം ശാശ്വതവുമാണ്. ഓരോ ദിവസവും സ്വന്തം കണക്ക് സ്വയം പരിശോധിച്ച് സൽക്കർമ്മങ്ങളാൽ ജീവിതം സമ്പന്നമാക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. അൽ ഹസീബ്. അള്ളാഹുവിൻ്റെ മനോഹര നാമങ്ങളിൽ ഒന്നാണ് അൽ ഹസീബ്. ഹിസാബ്, കണക്ക് എന്ന പദത്തിൽ നിന്നാണ് ഈ നാമം ഉത്ഭവിച്ചത്. കണക്ക് നോക്കുന്നവൻ, വിചാരണ നടത്തുന്നവൻ, അതുപോലെ തൻ്റെ ദാസന്മാർക്ക് പര്യാപ്തനായവൻ എന്നീ അർത്ഥങ്ങൾ ഈ നാമത്തിനുണ്ട്. മനുഷ്യരുടെ ഓരോ വാക്കും പ്രവൃത്തിയും വികാരവും ഒന്നൊഴിയാതെ രേഖപ്പെടുത്തുകയും അവയുടെ അടിസ്ഥാനത്തിൽ നീതിപൂർവം വിചാരണ നടത്തുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. അതോടൊപ്പം മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവും ധാർമ്മികവുമായ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായ രക്ഷിതാവും അവൻ തന്നെയാണ്. ഈ ലോകത്ത് പലപ്പോഴും നന്മകൾ അംഗീകരിക്കപ്പെടാതെ പോകാം. നമ്മുടെ കണ്ണുനീരും ത്യാഗങ്ങളും പ്രാർത്ഥനകളും മറ്റുള്ളവർ കാണാതെ പോകാം. എന്നാൽ അൽ ഹസീബ് എല്ലാം കാണുകയും അറിയുകയും കണക്കാക്കുകയും ചെയ്യുന്നു. ഒരാളെ സാന്ത്വനിപ്പിച്ച ഒരു വാക്ക്, രഹസ്യമായി നൽകിയ ഒരു സഹായം, അള്ളാഹുവിനു വേണ്ടി ചെയ്ത ഒരു ഇബാദത്ത്, ആത്മാർത്ഥമായി നടത്തിയ ഒരു തൗബ, ഇതൊന്നും അവൻ്റെ കണക്കിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല. അതുപോലെ ഒരു അനീതിയും വഞ്ചനയും കണക്കില്ലാതെ കടന്നുപോകുകയുമില്ല. അതിനാൽ വിശ്വാസി മനുഷ്യരുടെ പ്രശംസയ്ക്കല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്.